കൊണ്ട് ദ്രോഹിക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിൻ്റേത് മാത്രമായിരിക്കും എന്നും കേന്ദ്ര ഗവൺമെന്റ് തെറ്റിദ്ധരിക്കരുത്. ഉണ്ടാകാതിരിക്കട്ടെ, പക്ഷേ ദുരന്തം എപ്പോഴും എവിടെയും ഉണ്ടാകാം. എവിടെ ഉണ്ടായാലും അവിടെയുള്ള ഇരകളാക്കപ്പെട്ട മനുഷ്യരുടെ കടങ്ങൾ എഴുതി തള്ളാനാണ് 2005 പൂർണ്ണമായും സർക്കാരിനെയും NDMAയും ചുമതലപ്പെടുത്തിക്കൊണ്ട് സെക്ഷൻ 13 പ്രകാരം കടം എഴുതി തള്ളാൻ പിന്നെ നിശ്ചയിക്കുന്ന നടപടി ഉണ്ടായത്. എന്നിട്ട് ബന്ധപ്പെട്ടൊരു ഉന്നതനായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകൻ, കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവ് പറയാണ് കടങ്ങൾ എഴുതി തള്ളാൻ പിന്നെ ബാങ്കുകളുടെ ഭരണസമിതിക്ക് മാത്രമേ അധികാരമുള്ളൂ. ആരോടാണ് ഇതൊക്കെ പറയുന്നത്? കോടതി തന്നെ പറഞ്ഞല്ലോ, ഒരു ഭരണഘടനാപരമായിട്ടുള്ള ഒരു സംവിധാനത്തെ അട്ടിമറിക്കണ്ട എന്ന് കരുതിയത് കൊണ്ടാണ്, ഒരു ഫെഡറൽ സംവിധാനത്തെ അട്ടിമറിക്കണ്ട എന്ന് കരുതിയത് കൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ നിർത്തുന്നത്. കേരളത്തിലെ ജനങ്ങളെ സഹായിക്കാതിരിക്കാൻ സെക്ഷൻ 13 എന്നത് പിൻവലിച്ച് ഇങ്ങനെ വർത്തമാനം പറയുന്ന ഗവൺമെൻറ്റിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ സംസ്ഥാന ഗവൺമെൻറ്റിനല്ല, ഹൈക്കോടതിക്ക് പറയാനുള്ളത്, ഞങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കണ്ട, ഞങ്ങളെ പറ്റിക്കാനും നോക്കണ്ട. ആരെയാണ് നിങ്ങൾ പറ്റിക്കാൻ നോക്കുന്നത്? നിങ്ങൾ ജനാധിപത്യത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെങ്കിൽ ജനങ്ങളോട് മറുപടി പറയണം. അറിയില്ലെങ്കിൽ ഭരണഘടന വായിക്കൂ എന്ന് ഒരു കേന്ദ്ര ഗവൺമെൻറ്റിനോട് ഇന്നേ വരെ ഇന്ത്യയിൽ ഒരു കോടതിയും പറഞ്ഞിട്ടില്ല. അതുപോലും പറഞ്ഞിട്ടും ഒരു നാണവുമില്ലാതെ ശത്രുതാപരമായ നടപടി തുടരുന്നു എന്നുള്ളത് മാത്രമേ നമ്മുടെ പ്രശ്നമുള്ളൂ. നേരത്തെ നിങ്ങളിവിടെ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും ഒരു പ്രദേശത്തിനോട് പ്രത്യേകമായ മമതയോ ഏതെങ്കിലും ഒരു പ്രദേശത്തിനോട് പ്രത്യേകമായിട്ടുള്ള വിരോധമോ ഗവൺമെൻറ്റിനില്ല. അതിന് ചുമതലപ്പെടുത്തുന്നവർ സർക്കാരോ അതിൻ്റെ മന്ത്രിമാരോ MLAമാരോ ആയിരിക്കരുത്. നിർബന്ധമായും അത് ചെയ്യേണ്ട ഉദ്യോഗസ്ഥന്മാർ അത് ചെയ്യും. അത് ചെയ്തതിനെ സംബന്ധിച്ച ഒരു വിശകലനം നടത്തിയിട്ടുണ്ട്. പ്രിൻസിപ്പൽ സെക്രട്ടറി കൂടി, റവന്യൂ സെക്രട്ടറി കൂടി, റവന്യൂ ദുരന്ത നിവാരണ സെക്രട്ടറി കൂടി അടിയന്തര പരിശോധന നടത്തും. കുറച്ചുകൂടി നേരത്തെ വരേണ്ടതാണ്, പക്ഷേ നിയമസഭയും അതിൻ്റെ നടപടിക്രമങ്ങളുമായിരുന്നതുകൊണ്ട് എത്തിച്ചേരാൻ കഴിയാഞ്ഞതാണ്. ഈ നവംബർ മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അദ്ദേഹം വന്ന്, ഒക്ടോബർ മാസത്തിലെ അവസാനത്തിലോ നവംബർ മാസത്തിൻ്റെ ആദ്യത്തിലോ ആയി അദ്ദേഹം കൂടി വന്ന് DDMAയുടെ ശുപാർശ കൂടി പരിശോധിച്ചുകൊണ്ട് ഒരു നിർദ്ദേശം സർക്കാരിന് തരും. സർക്കാർ അത് അംഗീകരിച്ചു പോകും. കൽപ്പറ്റയിലെ ടൗൺഷിപ്പിൻ്റെ നിർമ്മാണം വേഗതയിൽ തന്നെ പുരോഗമിക്കുകയാണ്. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ടൗൺഷിപ്പ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എല്ലാ ആഴ്ചയും കിഫ്ബിയുടെ CEO തന്നെ നേരിട്ട് ഓൺലൈനിൽ യോഗം നടത്തി കാര്യങ്ങൾ സർക്കാരിനെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനു പുറമെ എല്ലാ മാസവും ഞങ്ങൾ മന്ത്രിമാരുടെ അളവിലും ഇക്കാര്യങ്ങളിൽ നല്ല പരിശോധന നടക്കുന്നുണ്ട്. ജില്ലയിലെ ചുമതലക്കാരനായിട്ടുള്ള മന്ത്രി കൂടിയായിട്ടുള്ള ശ്രീ OR കേളുവും ആവശ്യമായ ഘട്ടങ്ങളിലെല്ലാം ഇവിടെ സന്ദർശിച്ച് നേരിട്ട് ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായ പങ്കുവഹിക്കുകയും ചെയ്യുന്നുണ്ട്. കിഫ്കോണിൻ്റെയും ULCCയുടെയും പ്രതിനിധികൾ നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ തൊഴിലാളികളെയും ആധുനിക സാങ്കേതിക സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത്. നേരത്തെ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായി 5 സോണുകളിലും ഒരേ സമയം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. 5 സോണുകളായി തിരിക്കുമ്പോൾ അതിൽ 2 സോണുകളിലാണ് ഏറ്റവും കൂടുതൽ വീടുകൾ സാധാരണ നിലയിൽ പ്ലാൻ അനുസരിച്ച് വരേണ്ടത്. 140 വീടുകൾ ഒന്നാമത്തെ സോണിലും 113 വീടുകൾ രണ്ടാമത്തെ സോണിലുമാണ് നമ്മളിപ്പോൾ സാധാരണ നിലയിൽ ക്രമീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ 2 സോണിലുമായിരിക്കും കൂടുതൽ വീടുകൾ നിർമ്മിക്കേണ്ടത് എന്നുള്ളത് കൊണ്ട് കൂടുതൽ വീടുകൾ നിർമ്മിക്കാൻ കേന്ദ്രീകരിക്കുന്നത് ആ സോണിലാണ്. സ്വാഭാവികമായിട്ടും ഇന്നിവിടെ വന്ന് പരിശോധിക്കുമ്പോൾ 5 സോണുകളിലും ഒരേ സമയം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. സോൺ 1-ൽ 140 വീടുകളിൽ 121, സോൺ 2-ൽ 12, സോൺ 3-ൽ 28, സോൺ 4-ൽ 37, സോൺ 5-ൽ 99 എന്ന നിലവാരത്തിൽ പ്രത്യേകിച്ച് 1ഉം 5ഉം സോണുകളിൽ കൂടുതൽ ഏറ്റെടുക്കാൻ, ഭൂമി നിർമ്മിക്കാൻ, വീട് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ കൊണ്ടുപോകാൻ ആവശ്യമായ വിധത്തിൽ തന്നെ ഇത് മുന്നോട്ട് പോവുകയാണ്. നമ്മളെ ബാധിക്കുന്നൊരു പ്രശ്നം സാധാരണ നിലയിൽ കാലവർഷം കഴിഞ്ഞ് തുലാവർഷത്തിനിടയിൽ ദീർഘമായിട്ടുള്ളൊരു ഇടവേള നല്ലതുപോലെ നമുക്ക് കിട്ടാറുണ്ട്. നമ്മുടെ ഈ വീടുകളുടെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ ഇതിലേക്ക് വരാനുള്ള പ്രധാനപ്പെട്ട റോഡായിട്ടുള്ള നമ്മുടെ പ്രധാനപ്പെട്ട വഴിയിൽ നിന്ന് ഇങ്ങോട്ട് കിടക്കാൻ 12 മീറ്റർ വീതിയിലുള്ള റോഡാണ് നമ്മൾ പ്ലാൻ അനുസരിച്ച് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. അതിനിടയിൽ ചെറു റോഡുകളുമുണ്ട്. സാധാരണ നിലയിൽ കാലവർഷം കഴിഞ്ഞ് തുലാവർഷത്തിൻ്റെ ഇടവേളയിൽ ഉണ്ടാകുന്ന ഒരു ഗ്യാപ്പിൽ യന്ത്രോപകരണങ്ങൾ ഉൾപ്പെടെ കൊണ്ടുവരാനുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടി താൽക്കാലികമായിട്ടുള്ള റോഡുകളെ കുറിച്ച് ആലോചിച്ചിരുന്നു. എന്നാൽ കാലവർഷം, വയനാട്ടിലെ പത്രപ്രവർത്തകരായതുകൊണ്ട് നിങ്ങൾക്കറിയാം, തൃശ്ശൂരിലോ തെക്കൻ കേരളത്തിലോ ഉണ്ടാകുന്ന ഇടവേള പോലും ഇല്ലാത്ത വിധത്തിൽ ഇന്ന് രാവിലെ ഉൾപ്പെടെ മഴ തിമർത്തു പെയ്യുന്ന ഒരു അനുഭവമാണ് നമ്മളെല്ലാം കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ 533 തൊഴിലാളികളാണ്
നമുക്ക് ഇവിടെ കമ്പനി പ്രദാനം ചെയ്ത നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. നേരത്തെ ഞാൻ നേരിട്ട് നോക്കിയതുപോലെ സാധാരണ നിലയിൽ കോൺക്രീറ്റ് കൊണ്ടുവന്ന് മിക്സ് ചെയ്ത് നേരമെടുക്കുന്നതിന് പകരം വളരെ ആവിഷ്കരിച്ചിട്ടുള്ള 12 മീറ്ററും 36 മീറ്ററും ഒക്കെ നീളത്തിലേക്ക് കൈനീട്ടി ഒരേ സമയം കോൺക്രീറ്റ് കൊടുക്കാൻ കഴിയുന്ന വിധത്തിലുള്ള മെഷീനുകളും ഇവരിപ്പോൾ കൊണ്ടുവന്ന് ഇവിടെ പരീക്ഷണം ആരംഭിക്കുകയും ചിലത് ഇവിടെ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വളരെ ഗുണകരമായിരിക്കും എന്ന് നമ്മൾ കണ്ടു. ഇപ്പോൾ പനമരത്ത് നിന്നാണ് കോൺക്രീറ്റ് മിക്സ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതെങ്കിൽ അതിനൊരു മാറ്റം വരുത്തണം എന്ന് നേരത്തെ നടന്ന യോഗത്തിൽ അതിൻ്റെ ഒരു സമയക്രമം എടുക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം പറഞ്ഞതുകൊണ്ട് ഇവിടെ തന്നെ 18 m³ ഒരു മണിക്കൂറിൽ ഉണ്ടാക്കാൻ കഴിയുന്ന വിധത്തിൽ ഇവരുടെ തന്നെ പ്ലാന്റ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ഈ ആഴ്ച തന്നെ വർക്കബിൾ ആകും എന്നാണ് ഇവിടെ കണ്ടപ്പോൾ മനസ്സിലാക്കിയത്. സ്വാഭാവികമായിട്ടും കോൺക്രീറ്റ് കൊണ്ടുവന്ന് ഇതിലേക്ക് നിറയ്ക്കുക, ഫില്ല് ചെയ്യുക എന്നുള്ള പ്രവർത്തനങ്ങൾക്ക് കുറേ കൂടി വേഗത കിട്ടും. ഇവിടെ ഇതേ സമയം തന്നെ നമുക്ക് ഇതിനകത്തേക്ക് മെറ്റീരിയൽസ് കൊണ്ടുവരാനുള്ള വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ തേയില ചെടികളെല്ലാം പിഴുത് കളഞ്ഞൊരു ഭൂമിയായതുകൊണ്ട് നടന്നു പോകുമ്പോൾ തന്നെ ചവിട്ടിയാൽ എപ്പോഴും ഭൂമി താഴാവുന്ന വിധത്തിലാണുള്ളത്. അപ്പോൾ യന്ത്രോപകരണങ്ങൾ വന്നാലുള്ള പ്രയാസം നമുക്ക് മനസ്സിലാകും. അതിനെ മറികടക്കാൻ വേണ്ടി ഒരു 5-5.5 മീറ്റർ വീതിയിലുള്ള താൽക്കാലികമായിട്ടുള്ള റോഡ് ചെറിയ പിന്നെ കോറി വേസ്റ്റോ മെറ്റൽ ചീളുകളോ ഒക്കെ ഇട്ട് GSP ഒക്കെ ഇട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള 5.5 മീറ്റർ വീതമുള്ള വീതിയുള്ള താൽക്കാലിക റോഡുകൾ കൂടി നിർമ്മാണം മഴയൊന്ന് തോർന്നാൽ അപ്പം ആരംഭിച്ച് മെറ്റീരിയൽസ് ഇതിൻ്റെ വിവിധ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള പ്രവർത്തനങ്ങൾക്ക് വേഗത വർദ്ധിപ്പിക്കണം എന്നും നമ്മൾ കാണുകയുണ്ടായി. സ്വാഭാവികമായിട്ടും നമ്മൾ 2026 ജനുവരി മാസത്തിൽ തന്നെ ഈ പ്രവർത്തനങ്ങളുടെ എല്ലാം പൂർത്തീകരണം വേണം എന്ന നിലവാരത്തിലുള്ള വിപുലമായിട്ടുള്ളൊരു പ്ലാനാണ് തയ്യാറാക്കിയിട്ടുള്ളത്. മഴ ഇത്ര കടുത്തതാകും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല. പക്ഷെ അങ്ങനെ ആയ സാഹചര്യത്തിൽ സമയം നീട്ടുകയല്ല, മറിച്ച് പ്ലാനിൽ മാറ്റം വരുത്തി കൂടുതൽ തൊഴിലാളികളെയും കൂടുതൽ യന്ത്രോപകരണങ്ങളെയും കൊണ്ടുവന്നുകൊണ്ട് ഏറ്റവും പെട്ടെന്ന് ഈ സ്ഥലത്തേക്ക് ഉപകരണങ്ങളും അതിൻ്റെ ആളുകളും എത്തിച്ചേർന്ന് രാത്രി പണിയാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ രാത്രി കൂടി നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ച് ഒരു വളരെ വിപുലമായിട്ടുള്ളൊരു പ്ലാൻ തയ്യാറാക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതിൻ്റെ കിഫ്കോണും ULCCയും ചേർന്ന് സ്വാഭാവികമായിട്ടും ഈ കാലയളവിൽ നമുക്ക് മാറ്റിയെടുക്കേണ്ടതായിട്ടുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിട്ടുള്ള പിന്നെ ഒരു പുതിയ വർക്കൗട്ട് പ്ലാൻ കൂടി തയ്യാറാക്കണം എന്നവരോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഹൈ ടെൻഷൻ ലൈൻ മാറ്റുന്നത്, ഇലക്ട്രിസിറ്റിയുടെ പോസ്റ്റുകൾ മാറ്റുന്നത്, ഇതൊക്കെ വളരെ അനിവാര്യമായിട്ടുള്ള ഘടകങ്ങളാണ്. ഈ ഹൈ ടെൻഷൻ ലൈൻ മാറ്റിയാൽ ഏതാണ്ട് 12 വീടുകൾ അവിടെ വരാൻ പറ്റൂ. അപ്പുറത്തൊരു ലൈൻ മാറ്റിയാൽ 9 വീടുകൾ വരാൻ പറ്റൂ. ഈ പോകുന്ന വഴിക്ക് തന്നെ 12 വീടുകൾ നമ്മുടെ പുതിയ പ്ലാൻ അനുസരിച്ച് വരും. അതിപ്പോൾ ആ വിധത്തിൽ ഒന്നാമത്തെ സോണിൽ തുടങ്ങാത്തത് അതിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങളുടെ യാത്ര എന്നുള്ളത് കൊണ്ടാണ്. അപ്പം അതെല്ലാം കൃത്യമായി ഒന്ന് രൂപീകരിച്ചുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന പ്രവർത്തനങ്ങളെ കുറേ കൂടി വേഗതയിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തും. ഇന്നത്തെ സന്ദർശനത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ഉച്ചയ്ക്ക് ഇവിടെ വെച്ച് തന്നെ ഇവരുമായി ബന്ധപ്പെട്ട പ്ലാനുകൾ ഒന്നുകൂടി അവലോകനം ചെയ്യും. അതിനുവേണ്ടിയുള്ള ചില നിർദ്ദേശങ്ങൾ ഇപ്പോൾ പ്രാഥമികമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ നല്ല ശ്രദ്ധയോടുകൂടി ആ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകും. ഇവിടെ ജില്ലാ ഭരണകൂടത്തിൻ്റെ ശ്രമമുണ്ട്. ഇതിന് ഭാഗമായി ഒരു സ്പെഷ്യൽ ഓഫീസറെയും ശ്രീ സുഹാസ് IASൻ്റെ നേതൃത്വത്തിലുള്ളൊരു സ്പെഷ്യൽ ഓഫീസ് നമ്മുടെ IAS പിന്നെ ഉദ്യോഗസ്ഥരായിട്ടുള്ള ശ്രീ അരുണിൻ്റെ നേതൃത്വത്തിൽ അതിനെ തന്നെ ഒരു പ്രത്യേകമായി ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ ഈ പ്രോജക്റ്റ് മാത്രം നേരിട്ട് നോക്കാൻ പൂർണ്ണസമയം അരുൺ IAS ഇവിടെ ഉണ്ടാവുകയും സുഹാസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സ്പെഷ്യൽ ടീം അതിന് നേതൃത്വപരമായി പങ്കുവഹിക്കുകയും ചെയ്യുന്ന വിധത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട്. വിശകലനങ്ങളും പരിശോധനകളും ഒക്കെയായി വളരെ വേഗത്തിൽ തന്നെ പോകുന്നുണ്ട്. 2026 ജനുവരി തന്നെ നമുക്ക് പുതിയ വീടുകളിലേക്കുള്ള പ്രവേശനം സാധ്യമാകുന്ന വിധത്തിൽ തന്നെയാണ് ഇതിൻ്റെ നടപടിക്രമങ്ങൾ ഇപ്പോൾ കൊണ്ടുപോകുന്നത്. സങ്കടകരമായി ഉണ്ടായ ഒരു കാര്യം, സാധാരണ കാലവർഷത്തിനും തുലാവർഷത്തിനും ഇടയിൽ കിട്ടേണ്ട ഒരു ഇടവേള ഇത്തവണ പ്രത്യേകിച്ച് വയനാട്ടിൽ ലഭ്യമാകുന്നില്ല. അതിൻ്റെ ഒരു പ്രതിസന്ധിയുണ്ട്. അതുകൊണ്ട് തന്നെ മഴ പെയ്യുന്ന കാലത്ത് നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ സാധ്യത അനുസരിച്ചുകൊണ്ട് അത് മുന്നോട്ട് പോകുകയല്ലാതെ മറ്റു മാർഗ്ഗങ്ങളൊന്നുമില്ല. സമയക്രമം ആ വിധത്തിൽ തന്നെ പോകണം എന്നാണ് ഇപ്പോഴും നമ്മൾ ആലോചിച്ചിട്ടുള്ളത്. അതെ, DDMA തന്നെ കണ്ട ഒരു നിർദ്ദേശം അനുസരിച്ചാണ് 49 പേരുടെ കാര്യം വന്നിട്ടുള്ളത്. പരാതികൾ അക്കാര്യത്തിലും ചിലത് വന്നിട്ടുണ്ട്. അത് വളരെ ഗൗരവമായി സർക്കാർ കാണുകയും പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാം കൃത്യമായ അളവിൽ അത് മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ 3 കാറ്റഗറി തന്നെയാണ് ഗവൺമെൻറ്റിനുള്ളത്. അതല്ലാതെ ദുരന്തം അനുഭവിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള നടപടിയാണ് പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് ശുപാർശ ചെയ്തിട്ടുള്ളത്. അദ്ദേഹം നോക്കി അതിൻ്റെ ഫൈനലായിട്ടുള്ള അഭിപ്രായം രേഖപ്പെടുത്തുന്ന മുറയ്ക്ക് കാര്യങ്ങൾ നടക്കും.